ശ്രീഹരിം പരമാനന്തമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കരണം തം ഭജമ്യം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ബോധാനന്തം ച കല്യാണം അലാനന്ദമാത്മജം സച്ചിദാനന്ദമാത്മജം അച്യുതാനന്ദഗുരും. അമൃതാത്മാക്കളെ, നമ്മൾ 1, 2, 3, 4 അധ്യായങ്ങൾ കഴിഞ്ഞു. ഭഗവത്ഗീതയെ പഠിക്കാൻ പോകുമ്പോൾ 2-ാം അധ്യായത്തിൽ ഭഗവാൻ ഏതാണ്ട് തത്വങ്ങളെ മുഴുവൻ ഉപദേശിച്ചു. പക്ഷേ അർജുനൻ്റെ ശ്രവണത്തിൽ പൂർണ്ണമായി അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഭഗവാന് തോന്നി. ശ്രവണദോഷം അർജുനൻ്റെ നീങ്ങിയിട്ടില്ല എന്ന് മനസ്സിലായി. കേട്ടതുകൊണ്ട് കാര്യമുണ്ടാവില്ല. കേൾക്കേണ്ടതുപോലെ കേൾക്കേണ്ടവൻ കേൾക്കുമ്പോഴാണ് ഫലം കിട്ടുന്നത്. അന്ധക്കരണത്തിൻ്റെ വിശുദ്ധി ശ്രവണത്തിൽ ഏറ്റവും പ്രധാനമാണ്. വിശുദ്ധ അന്ധക്കരണം ഉണ്ടാകണമെങ്കിൽ ചിത്തം ശുദ്ധമായിരിക്കണം. ചിത്തശുദ്ധി വരുന്നതുവരെ അവൻ ശൂദ്രൻ തന്നെയാണ്. അർജുനൻ ക്ഷത്രിയനെങ്കിലും വേണ്ടത്ര ചിത്തശുദ്ധി ഉണ്ടായിരുന്നുവോ എന്ന് ഭഗവാന് സംശയമുണ്ടായിരിക്കണം. അല്ലെങ്കിൽ 2-ാം അധ്യായത്തിൽ ഭഗവത്ഗീത തീരേണ്ടതാണ് ഏതു വിധേനയും. 2-ാം അധ്യായത്തിൽ ഭഗവാൻ ഉപദേശിച്ച ദൂരേണ ഹ്യവരം കർമ്മബുദ്ധി യോഗ ധനഞ്ജയ ബുദ്ധൗ ശരണമന്വിച്ഛ കൃപണാഫലഹേതവ എന്ന സത്യത്തെ അർജുന മനസ്സിൽ രൂപാന്തരപ്പെട്ടത് മറ്റൊരു വിധത്തിലായതുകൊണ്ട് ആണ്. അതിനു മുമ്പുള്ള ശ്ലോകമായ 47-ാം ശ്ലോകത്തിലെ 2-ാം അധ്യായം 47-ാം ശ്ലോകത്തിലെ കർമ്മണ്യേ വാധികാരസ്ഥേ മാഫലേഷു കദാചന മാകർമ്മ ഫലഹേതുർഭു മാതേ സങ്കോസ്ത്വ കർമ്മണി എന്ന ശ്ലോകവുമായി കൂട്ടിക്കുഴച്ച് മനസ്സിലാക്കിയ അർജുനൻ ഭഗവാനോട് വ്യാമിശ്രേണേവ വാക്യേന ബുദ്ധി മോഹയസീവമേ തദേകം വദ നിശ്ചിത്യ ഏന ശ്രേയോഹമാപ്നുയാം എന്ന് ചോദിക്കേണ്ടി വന്നു. 2-ാം അധ്യായം ചിത്തശുദ്ധിയോടുകൂടി പഠിക്കുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം ഈ വ്യാമിശ്രണം ഉണ്ടാവില്ല. അർജുനനുണ്ടായി. എൻ്റെ ബുദ്ധി മോഹിച്ചതുപോലെ ആയിരിക്കുന്നു. എനിക്ക് ശ്രേയസ്സുണ്ടാകാൻ പര്യാപ്തമായത് കൃത്യമായി പറഞ്ഞു തന്നാലും. അപ്പോൾ അന്ധക്കരണ വിശുദ്ധി അർജുനന് അനിവാര്യമായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് ഭഗവാൻ അന്ധക്കരണ വിശുദ്ധിക്കുതകുന്ന കർമ്മയോഗത്തെ 3-ാം അധ്യായത്തിൽ യജ്ഞരൂപേണ സമന്വയിച്ച് അവതരിപ്പിച്ചു കൊടുത്തു. ഗീത ആ അടുക്കിൽ നമ്മൾ പഠിക്കണം. അല്ലെങ്കിൽ ഈ അധ്യായങ്ങളൊക്കെ എന്തിനാണ് ഇങ്ങനെ പഠിക്കുന്നത് എന്ന സംശയം അവിടെ കിടക്കും. വളരെ വ്യക്തമായി അർജുന, നിൻ്റെ അന്ധക്കരണം വിശുദ്ധമാകണമെങ്കിൽ നീ കർമ്മയോഗം അനുഷ്ഠിക്കുകയെ നിവൃത്തിയുള്ളൂ. അതുകൊണ്ടാണ് നിനക്ക് സംശയം വന്നിരിക്കുന്നത്. സാഖ്യവും
സ്ഥിതപ്രജ്ഞഭാവവും ഉൾക്കൊള്ളുന്ന അധ്യായത്തെ പൂർണ്ണമായി വിവരിച്ചു കൊടുത്ത് അതിൻ്റെ രണ്ട് ഭാഗങ്ങളും സിദ്ധാന്തവും പ്രയോഗവും പ്യുവർ ആൻഡ് അപ്ലൈഡ് തത്വചിന്ത അതിൻ്റെ എല്ലാ നൈർമല്യത്തോടും കൂടി അവതരിപ്പിച്ചിട്ട് ഞാൻ കൂട്ടിക്കുഴച്ചതുപോലെ ആയിരിക്കുന്നു എന്ന് പറയുമ്പോൾ പറഞ്ഞയാൾ വ്യക്തതയോടെ പറഞ്ഞിട്ടും മനസ്സിലായില്ലെങ്കിൽ വാസന കിടന്ന് കളിക്കുന്നതുകൊണ്ട് നമ്മൾ ആര് കേട്ടാലും ഇങ്ങനെയാണ്. നമ്മൾ വേറെ ഏതെങ്കിലും വാസനയിൽ കളിക്കുമ്പോഴാണ് ഒരാൾ വന്ന് പറയുന്നതെങ്കിൽ ശത്രുതയും മിത്രതയും ഒക്കെ ഉണ്ടാകുന്നത് ആ വാസനയ്ക്കകത്താണ്. അല്പം ദാരിദ്ര്യത്തിൽ ഒരാൾ നിൽക്കുമ്പോൾ, അല്പം ആവശ്യത്തിന് വന്ന് നിൽക്കുമ്പോൾ, ഇവിടെ വാ, ആ തൂമ്പ എടുത്ത് അത് അങ്ങോട്ടൊന്ന് മാറ്റിവെക്കും, ആ എച്ചിലൊന്ന് വാരിക്കളാന്ന് പറഞ്ഞാൽ വിഷമമൊന്നും ഉണ്ടാവില്ല. അവൻ്റെ മകനൊന്ന് വെളിയിലുമൊക്കെ പോയി കുറച്ച് കാശുമൊക്കെ ആയിട്ട് വരുമ്പോൾ നിങ്ങൾ അതേ സ്വാതന്ത്ര്യത്തിൽ കയറി ഇവിടെ വാ എന്ന് വിളിച്ചാൽ ചിലപ്പോൾ പെശകാവും. പഴയ അർത്ഥമല്ല വാക്കിന്, അവസ്ഥ അർത്ഥത്തെ മാറ്റും. അവസ്ഥയ്ക്കനുസരിച്ച് വാസന മാറും. കൂട്ടുകാരോട് ഇടപെടുമ്പോഴും ഇത് പ്രശ്നമാണ്. പ്രായം, അവസ്ഥ, ഇരിക്കുന്ന സ്ഥാനമാനങ്ങൾ ഇവയൊക്കെ വാസന വരുമ്പോൾ അന്ധക്കരണ വാസനയാൽ പറ്റിപ്പിടിച്ചിട്ട് വിശുദ്ധി മാറിപ്പോവും. പരിചയമുണ്ടായിക്കഴിഞ്ഞാൽ വാസന പെരുകാൻ തുടങ്ങും. പരിചയപ്പെടുന്നതിന് മുമ്പ് ഒരാളെ ചീത്ത വിളിക്കാം, സ്നേഹിക്കാം, നല്ലത് പറഞ്ഞു കൊടുക്കാം, ചീത്ത പറഞ്ഞു കൊടുക്കാം. പരിചയപ്പെട്ടാൽ പിന്നെ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആചാര്യന്മാരോടും മറ്റുള്ളവരോടും ഒക്കെ കൂടുതൽ പരിചയമുള്ളവരിൽ വാസന കട്ടിപിടിക്കും, പിന്നെ അവർ രക്ഷപ്പെടില്ല. ഇങ്ങനെയാണ് ഈ ശാസ്ത്രത്തിൻ്റെ രഹസ്യം. നിങ്ങൾ വിചാരിക്കുന്നത് കൂടുതൽ പരിചയം ഉണ്ടാകും തോറും ഞങ്ങൾ രക്ഷപ്പെടുമെന്നാണ് വിചാരിക്കുന്നത്. ഇല്ല, പിന്നെ ആചാര്യന്മാർ സംസാരിക്കുമ്പോൾ സൂക്ഷിക്കാൻ തുടങ്ങും. ഈ വാസനയ്ക്ക് അനുഗുണമായൊരു വാസനയുടെ കൂട്ടുകെട്ടുണ്ടാക്കും. മതങ്ങൾ ഇവിടെയാണ് പരാജയപ്പെട്ടു പോകുന്നത്. ഇത് നിങ്ങൾക്ക് മനസ്സിലാവുമോ എന്നറിയില്ല. പിന്നെ അഡ്ജസ്റ്റ്മെൻ്റാണ് രണ്ടുപേരും തമ്മിൽ സംഭാഷണമെല്ലാം. മറ്റേ ആളിന് ഉള്ള ദോഷങ്ങളെ മറച്ചു വെച്ച് ആ ദോഷങ്ങളെ നല്ലതായി വ്യാഖ്യാനിച്ച് പറയാനുള്ളതാണ് ശാസ്ത്രം. പ്രിയമുള്ള ആളുകളുടെ ദോഷങ്ങളെ മറച്ചു വെച്ച് അവർ നല്ലവരാണെന്ന് ലോകരെ ബോധ്യപ്പെടുത്താനുള്ളതാണ് ശാസ്ത്രം. അല്ലാതെ അവരെ നന്മയിലേക്ക് നയിക്കാനുള്ളതല്ല ശാസ്ത്രം. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൂട്ടുകെട്ടുണ്ട്. സ്വാമിക്ക് ക്ലാസ് എടുക്കാൻ വരുമ്പോൾ ഒരു കുപ്പിയൊന്ന് പിടിപ്പിച്ചാലേ പറ്റുള്ളൂ. പക്ഷെ സ്വാമി പിടിപ്പിക്കുന്നത് കുപ്പിയൊന്നും അല്ല എന്ന് പറയാൻ ഭക്തൻ ബാധ്യസ്ഥനാവും. പറഞ്ഞാൽ മനസ്സിലായോന്നറിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ളതെല്ലാം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടി വരും. അവിടെ പിന്നെ ശാസ്ത്രമൊന്നും ഉണ്ടാവില്ല. ഇത് അന്ധക്കരണ വിശുദ്ധിയുള്ളവരിൽ മാത്രമേ ശാസ്ത്രം നിലനിൽക്കൂ. അന്ധക്കരണ വിശുദ്ധി സത്യലോകത്തിൽ പൂർണ്ണമാണ്. സത്യലോകത്ത് ഇന്നും ജീവിക്കുന്ന കുറേ ആളുകളുണ്ട്. കൃതം, ത്രേതായുഗത്തിൽ സത്യലോകത്തോട് ബന്ധമുള്ള ആളുകൾ കൂടുതലുണ്ട്. സത്യലോകത്തിലെ അത്രയില്ല. അവർക്ക് ശാസ്ത്രം മനസ്സിലാവും. ദ്വാപരത്തിൽ സത്യലോകത്തിൻ്റെ അനുഭൂതികളുമായുള്ള ഒരു ലോകമുണ്ട്, ഒരു പൗരാണിക ലോകമുണ്ട്. അവർക്ക് മനസ്സിലാവും. അന്ധക്കരണം വിശുദ്ധമാകാത്ത ആളുകൾക്ക് മനസ്സിലാവില്ല. കലികാലമാവുമ്പോൾ സത്യലോകത്തിൽ നിന്ന് വളരെ ദൂരെയാണ്. കുറച്ച് പേരുണ്ടാവും, വളരെ കുറച്ച്. അവർക്കതിൻ്റെ ആ ക്രിസ്പായിട്ടുള്ള കാര്യം കൃത്യമായി മനസ്സിലാവും. അല്ലാതെ എല്ലാവർക്കും മനസ്സിലാവും എന്ന് കരുതണ്ട. അർജുനന് പോലും ദ്വാപരത്തിൽ കൃഷ്ണ സാന്നിധ്യത്തിൽ പെട്ടെന്ന് മനസ്സിലായില്ല. മനസ്സിലാകാത്തത് അർജുനൻ്റെ പോരായ്മ കൊണ്ടല്ല, അന്ധക്കരണം ആ കേൾക്കുന്ന നിമിഷത്തിൽ വിശുദ്ധമായിരുന്നില്ല.
ഒന്ന് ശ്രവണം ചെയ്യുമ്പോൾ അന്ധക്കരണം വിശുദ്ധമാണെങ്കിലാണ് അതങ്ങ് പതിയുന്നത്. അപ്പോൾ അതുവരെയുള്ള അന്ധക്കരണത്തിൻ്റെ മാലിന്യങ്ങൾ അതോടെ പോയി കിട്ടുകയും ചെയ്യും. ശ്രവണ സമയത്തെ വിശുദ്ധി, ഇത് യുദ്ധക്കളം കൂടിയാണ്. അതുകൊണ്ട് അന്ധക്കരണം വിശുദ്ധമാകാതിരിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളുടെയും നടുക്ക് നിന്നുകൊണ്ടാണ് അന്ധക്കരണം ഏറ്റവും വിശുദ്ധമാകേണ്ടുന്ന വൈദിക ധർമ്മത്തെ ഭഗവാൻ ഉപദേശിക്കുന്നത്. പൂർണ്ണ വൈദികയെയാണ് ഉപദേശിക്കുന്നത് 2-ാം അധ്യായത്തിൽ. ശ്രുതിയെ അതേപടിയാണ് അവതരിപ്പിക്കുന്നത്. ശ്രുതിയുടെ തത്വനിദർശനങ്ങളെ ഒരല്പം പോലും മാറ്റം വരുത്താതെയാണ് ഭഗവാൻ ഉപദേശിച്ചു കൊടുക്കുന്നത്. പക്ഷെ അർജുനൻ തൻ്റെ മനസ്സ് കൂട്ടിക്കുഴച്ചതുപോലായിരിക്കുന്നു എന്ന് കേട്ടുകഴിഞ്ഞ് പറയുകയാണ്. അതുകൊണ്ട് ഭഗവാൻ യജ്ഞരൂപമായ കർമ്മയോഗം വളരെ കൃത്യതയോടെ ഉപദേശിച്ചു കൊടുത്തു. അത് കേട്ടുകഴിഞ്ഞു. അർജുനൻ്റെ അന്ധക്കരണം കുറേയൊക്കെ വിശുദ്ധമായി, അതും തർക്കമില്ല. കർമ്മയോഗം ശ്രവണം ചെയ്ത് ഇനി അനുഷ്ഠിക്കുകയും വേണം. കർമ്മയോഗം ശ്രവണം ചെയ്ത് കഴിഞ്ഞാലും മനസ്സിലായാലും കർത്തൃത്വ അഭിമാനം പോവില്ല. കർമ്മത്തിൻ്റെ ബാക്കി തിരുശേഷിപ്പെന്ന് പറയുന്നത് കർത്തൃത്വ അഭിമാനമാണ്. അതുകൊണ്ടാണ് ഈ പഠിച്ചു കഴിഞ്ഞ ആളുകളൊക്കെ, വളരെ പഠിച്ച് ശാസ്ത്രമൊക്കെ ഉറച്ചവർ പോലും അവരോടിരുന്ന് ചെറിയ ചെറിയ കാര്യങ്ങൾ പതുക്കെ തോണ്ടിക്കൊടുത്ത് പതുക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവരിൽ നിന്ന് അവരുടെ പണ്ടുണ്ടായതും പാളയെ സംഭവിച്ചതും വളർന്നതും അവരുടെ അഭിമാനമൊക്കെ ഉള്ളതും ഇല്ലാത്തതും കൂടെ കയറി വരും. അറിയാൻ വയ്യാത്തവരോട് പറയുമ്പോൾ അഭിമാനപൂർവ്വം ഒരുപാട് കഥകൾ വരും. ഇതൊക്കെ പഠിച്ചവരിലാണ് കർത്തൃത്വ അഭിമാനം ഘനീഭവിച്ച് നിൽക്കുന്നത്. അതിൽ നിന്നാണ് ജനം ചരിത്രം ചകഞ്ഞെടുക്കുന്നത്. ജീവന് അതിൻ്റെ ചരിത്രം ജാഗ്രത് സ്വപ്ന സുഷുപ്തികളാണ്. അത് വാസനാമയവുമാണ്. അതുകൊണ്ട് നല്ലപോലെ അറിഞ്ഞവർ അതിൽ കിടന്ന് കളിക്കില്ല. അതിന് പ്രസക്തിയൊന്നുമില്ല. ജനിക്കുന്നു, വാസനയിലൂടെ ജീവിക്കുന്നു, വാസനയുള്ളവരുമായി ഇടപെടുന്നു. അതിൻ്റെ ചരിത്രത്തിനൊരു പ്രസക്തിയില്ല, അതിന് ആവർത്തനമില്ല. മറ്റൊരാൾ വാസനയുടെ ഒരു തലത്തിൽ കാണിച്ചത് കാണാതെ പഠിച്ചിട്ട് അതേ വാസനയില്ലാത്ത വേറൊരുത്തൻ അത് തന്നെ ചെയ്താൽ ഒരിക്കലും വിജയിക്കില്ല. അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഒരു രംഗത്തും അനുകരിച്ച് വിജയം നേടാൻ പറ്റില്ല. അതുകൊണ്ട് ഭാരതീയർ അതിൻ്റെ തത്വശാസ്ത്രം മനസ്സിലാക്കിയിട്ടുള്ളത് കൊണ്ട് ഒരു ഋഷിയുടെയും മുനിയുടെയും പോലും ജീവചരിത്രം അവരെഴുതിയില്ല. ഈ കാലഘട്ടത്തിൽ സങ്കല്പിച്ച് കണ്ടെത്തുന്നവ മാത്രമാണ് അതെല്ലാം. അവരുടെ ജന്മദിനങ്ങളും അവരുടെ ജീവിതവും അവരുടെ പശ്ചാത്തലവും എല്ലാം സങ്കല്പിച്ച് കണ്ടെത്തുന്നതാണ്. അതിന് യാതൊരു പ്രസക്തിയും ജനജീവിതത്തിലില്ല. എവിടെ കഞ്ഞി കുടിച്ചു, എങ്ങനെ നടന്നു, എവിടെയെല്ലാം എന്തെല്ലാം ചെയ്തു കൂട്ടി, അതിനൊന്നും ഒരു പ്രസക്തിയില്ല. അത് വാസനയുണ്ടെങ്കിൽ ചെയ്തിരിക്കും, വാസനയില്ലെങ്കിൽ ചെയ്യാനാവില്ല, വിജയിക്കാനാവില്ല. ലൗകിക ജീവിതം വാസനാമയമാണ്. അതിനുള്ള സാഹചര്യമൊക്കെ വാസന പൂർവ്വകാലത്ത് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടാണ് വരുന്നത്. നിങ്ങൾ ഓരോരുത്തരും ജനിക്കുമ്പോൾ എത്ര പേർ നിങ്ങളുടെ കൂടെ വരണമെന്നും എന്തെല്ലാം കാര്യം സംഭവിക്കണമെന്നും പൂർവ്വവാസന തീരുമാനിച്ചിട്ട് അതിനനുഗുണമായൊരു ഘട്ടത്തിലാണ് ജനിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും പരാജയം വന്നിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചറിയാതെ നിങ്ങൾ പുത്തൻ പഠിപ്പനുസരിച്ച് പോയത് മാത്രമാണ് ജീവിതത്തിൻ്റെ പരാജയം. നൈസർഗികത എവിടെയൊക്കെ വെടിഞ്ഞിട്ടുണ്ടോ നിങ്ങൾ സ്ട്രെസ്സിലാണ്, സ്ട്രെയിനിലാണ്, രോഗത്തിലാണ്. നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളതാണ്, വാസന കൊണ്ട് തിരഞ്ഞെടുത്തിട്ടുള്ളതാണ് നിങ്ങളുടെ അച്ഛനമ്മമാരെ. അവർ നിങ്ങളെയും, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ബാധകമാണ്.
അതിലേതെങ്കിലും ഒരു അച്ഛൻ അയൽവക്കത്തെ കുഞ്ഞിനെ കണ്ട് അതുപോലല്ല എൻ്റെ ഈ കുഞ്ഞ് എന്ന് തോന്നിയാൽ, പിന്നെ അതിൽ തോന്നിയാൽ അസ്വസ്ഥത മാത്രമാണ് ബാക്കി. ഇതിൻ്റെ വാസനയിൽ പണിയെടുക്കാൻ പിന്നെ പറ്റില്ല. പിന്നെയാണ് ശോകമോഹങ്ങൾ ഉണ്ടാകുന്നത്. ഇവൻ എത്ര പഠിക്കും, ഏത് പഠിക്കും, ഇവൻ എവിടെ എത്തും, എന്താവും? ഇത് വാസനയിൽ നിശ്ചിതമാണ്. വാസന ജ്ഞാനം കൊണ്ടല്ലാതെ പോവില്ല. അതിന് ഒരു ആധുനിക ശാസ്ത്ര പഠനവും പര്യാപ്തമല്ല വാസന കളയാൻ. വാസനയെ വിഷയമാക്കി ഒരു ആധുനിക ശാസ്ത്രവും രംഗപ്രവേശനം ചെയ്യുന്നില്ല. മതങ്ങൾ സ്വീകരിക്കുന്ന ആധുനിക ശാസ്ത്രങ്ങളുടെ നാൾവഴികളായതുകൊണ്ട് ഒരു മതങ്ങൾക്കും വാസനകൾ കളയാനാവില്ല. ആചാര്യന്മാരെല്ലാം പിന്തുടരുന്നത് അതാത് കാലഘട്ടത്തിൻ്റെ ശാസ്ത്രസത്യങ്ങളാണ്, തപസ്സിൻ്റെ ശാസ്ത്രസത്യങ്ങളല്ല. അതുകൊണ്ട് അവരെ പിൻപറ്റിയും ഇത് പോയി കിട്ടാൻ പ്രയാസമാണ്. ഇതിനെല്ലാം കാരണമായിത്തീരുന്നതോ കർത്തൃത്വ അഭിമാനമാണ്. സത്യം മനസ്സിലാക്കിയാൽ പോലും അഭിമാനം പോവില്ല. അത് ഉണർത്തിയെടുക്കാൻ വളരെ എളുപ്പമാണ്. പോയിരുന്നൊന്ന് ചൊറിഞ്ഞു കൊടുത്താൽ മതി. എന്തെല്ലാം ഇറങ്ങി വരുന്നത്. ആദ്യമൊക്കെ ഒന്ന് നിഷേധിക്കും. സ്വാമി എവിടെയാണ്, എന്താ പഴയ പേര്, അതൊന്നും പറയില്ല. സ്വാമിമാരുടെ പൂർവാശ്രമമൊന്നും അന്വേഷിച്ചുകൂടാ. പിന്നെ കുറച്ച് കഴിഞ്ഞ് സ്നേഹമാവുമ്പോൾ, പണ്ട് ഞാൻ കുട്ടിക്കാലത്ത് മതിച്ചു വന്ന കൊമ്പനാനെ കൊമ്പ് കുത്തിച്ചതും കുത്താനോടിപ്പോയ പശുവിൻ്റെ കൊമ്പെ പിടിച്ച് നിർത്തിയതും അന്ന് തന്നെ എനിക്ക് തപസ്സിൻ്റെ അറിവിൻ്റെ അംശങ്ങൾ ഉണ്ടായി വന്നതും എൻ്റെ അച്ഛനമ്മമാർ അത്ഭുതപ്പെട്ടതും അന്നേ ഒരു യോഗി വന്നപ്പോഴേ ഇവൻ സന്യസിക്കുമെന്ന് പറഞ്ഞതും ഒക്കെ ഈ കുറേ കഥകളൊക്കെ ഇവനോട് പറഞ്ഞു വിടും. ഇവൻ ഈ കഥയെല്ലാം വേറൊരുത്തനോട് പറഞ്ഞു വിടും. മനസ്സിലായില്ല? ഇങ്ങനെ കുറേ ചരിത്രങ്ങൾ സങ്കല്പവാസനാമയങ്ങളായി ഉണ്ടാവും. ഈ സങ്കല്പം അനുസരിച്ച് ഇനിയും ജനിക്കാതെ പറ്റത്തുമില്ല. മനസ്സിലാവുമോയെന്നറിയില്ല. കുറേയൊക്കെ ഇയാളെ കാണുമ്പോഴേ ജനവും ഉണ്ടാക്കും കഥകൾ. കാരണം അല്പം മഹാനാണെങ്കിൽ ജനങ്ങൾക്ക് ഇഷ്ടമുള്ള മഹത്വമൊക്കെ കൂടെ കൂട്ടിക്കൊണ്ടിരിക്കും. ലോകത്ത് ആര് ചെയ്ത മഹത്വവും ഇയാളുടെ പേരിലാക്കും. കാരണം ഭക്തി കാരണം. വേറെ ആരെങ്കിലും ചെയ്തതായിരിക്കും, അത് ഇയാളുടെ പേരിലാക്കും. ആരെങ്കിലും പറയുകയാണ് നീൽ ആംസ്ട്രോങ് ചന്ദ്രൻ, അത് ഞങ്ങളുടെ സ്വാമിയാണെന്ന് പറയും. അത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഞങ്ങളുടെ സ്വാമി കയറിയിട്ട് നീൽ ആംസ്ട്രോങ് പറന്നതാണ്, അല്ലെങ്കിൽ പറക്കില്ലായിരുന്നു എന്ന് പറയും. ഇങ്ങനെ തൊട്ടതിലെല്ലാം ഈ ഭക്തന്മാരും വേണ്ടത്ര സാധനം ഉണ്ടാക്കി കൊടുക്കും. 2 ആനയെ ഒന്നിച്ച് വിഴുങ്ങിയതും ഒക്കെ അത്ഭുതങ്ങളുടെ കഥകളുണ്ടാവും. അതുകൊണ്ട് അത്ഭുതത്തിനൊന്നും പഞ്ഞുണ്ടാവില്ല. ഈ അത്ഭുതങ്ങളൊന്നും മോക്ഷപ്രദമല്ല. ഇതെല്ലാം കർത്തൃത്വ അഭിമാനത്തിൻ്റെതാണ്. ഞാൻ ചെയ്തു കൂട്ടിയ കർമ്മങ്ങളുടെ കർത്തൃത്വ അഭിമാനം. ഭോക്തൃത്വ അഭിമാനം മാത്രമാണ് അന്ധക്കരണ വിശുദ്ധിയിൽ പോകുന്നത്. കർത്തൃത്വ അഭിമാനം പോവില്ല. കർത്തൃത്വ അഭിമാനം ഖനീഭവിച്ച് കിടക്കും. എൻ്റെ അഭിമാനം മാത്രമല്ല ഖനീഭവിക്കുന്നത്, എൻ്റെ ആൾക്കാരുടെ അഭിമാനവും ഖനീഭവിക്കും. എൻ്റെ ജാതി, എൻ്റെ മതം, എൻ്റെ വർഗം, എൻ്റെ രാജ്യം, ഇതൊക്കെ കർത്തൃത്വ അഭിമാനത്തിൻ്റെ വിഭിന്ന മുഖങ്ങളാണ്. ഇതൊക്കെ ശരിയാണോ എന്ന് മെല്ലെ ഇരുന്ന് അപഗ്രഥിച്ച അനുഭവത്തിൽ നോക്കുക. നിങ്ങൾ ആരെയെങ്കിലും പരിചയപ്പെട്ടാൽ നിങ്ങളുടെ ഗുരുവായി, നിങ്ങളുടെ ആചാര്യനായി, നിങ്ങളെ പഠിപ്പിച്ചയാളായി, നിങ്ങളുടെ ജാതിക്കാരനായി, നിങ്ങളുടെ മതക്കാരനായി ഒക്കെ വരുന്നവൻ്റെ ആ അഭിമാനങ്ങളെല്ലാം നിങ്ങളുടെ അഭിമാനമായി മാറുകയും അതനുസരിച്ച് കഥകളെല്ലാം കൂട്ടിച്ചേർക്കുകയും ചെയ്യും. ആം ഐ റൈറ്റ്? ഗതികേട് വരുന്നതെന്ന് വെച്ചാൽ എപ്പോഴാണെന്ന് വെച്ചാൽ ഈ അഭിമാനം എല്ലാം ഉണ്ടാക്കി കൊടുത്ത് അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ്റെ തോളത്തി എവിട്ടി മറ്റവൻ വേറൊരു ഇവനേക്കാൾ കൂടുതൽ കഥ പറയുന്ന ഒരു അഭിമാനം ഉണ്ടാക്കി തരുന്ന ഒരുത്തൻ്റെ കൂടെ പോയാലാണ് പിന്നെ പണ്ട് താൻ പറഞ്ഞതൊക്കെ കള്ളമാണെന്ന് പറയാൻ തുടങ്ങി. ജനാത് വിശ്വസിക്കില്ല. കാരണം ഇവൻ തന്നെയല്ലേ പണ്ട് പറഞ്ഞു. അപ്പോഴേക്ക് മറ്റേയാളങ്ങ് മുകളിലെത്തും. അപ്പോൾ ഇതിൻ്റെ ദുഃഖം സഹിക്കാൻ വയ്യാത്തതാവും. ജനത്തോടി എന്ന് പറയാൻ പറ്റുമോ? ഇപ്പം നിൽക്കുന്ന ഉയരം വെച്ച് ഞാനാണ് ഇയാളെ വളർത്തിയത്, ഉവ്വ എന്ന് പറയുമോ അവർ? ഇതൊക്കെ ഈ അഭിമാനത്തിൻ്റെ ലോകമാണ്. ഇത് മുഴുവൻ കർത്തൃത്വ അഭിമാനമാണ്. കർത്തൃത്വ അഭിമാനം എന്താണെന്ന് ഏതാണ്ട് മനസ്സിലായി? പോവില്ല. ആ കർത്തൃത്വ അഭിമാനം
വൈദികിയിലൂടെ മാത്രം, ശ്രുതി ശ്രവണം കൊണ്ടും ശ്രുതിയുടെ മര്യാദ കൊണ്ടും മാത്രമാണ് മാറുക. അല്ല, മാറൂല. അത് സമ്പ്രസാദ വിദ്യയിലൂടെയാണ് മാറുക. അതിന് സാമ്പ്രദായികത്വം വേണം. എവിടെ വെച്ചാണ് സാമ്പ്രദായിക വിദ്യയുടെ കണ്ണി മുറിഞ്ഞതെന്ന് കൃത്യമായി അറിയണം. 4-ാം അധ്യായത്തിൽ അതിനാണ് സാമ്പ്രദായിക വിദ്യയെയും അതിൽ തൻ്റെ പങ്കിനെയും എങ്ങനെയാണ് താൻ ആദ്യം സൂര്യനും മറ്റും ഇത് ഉപദേശിച്ചു കൊടുത്തതെന്നും പിന്നെ എങ്ങനെയാണിത് പോയതെന്നും എങ്ങനെയാണ് ഇത് ഞാൻ നിനക്കിപ്പോൾ ഉപദേശിച്ച് തരുന്നതെന്നും ആ ആദിവിദ്യയെ, സംവർഗവിദ്യയെ, ബ്രഹ്മവിദ്യയെ എങ്ങനെ ഉപദേശിച്ചു തരുന്നുവെന്നുമൊക്കെ കാണിച്ച് വളരെ കൃത്യതയോടെ 4-ാം അധ്യായം എല്ലാ സംശയങ്ങളെയും ജ്ഞാനം കൊണ്ട് നിവർത്തിക്കാൻ പര്യാപ്തമായി. പൂർണ്ണമായ കർമ്മസന്യാസത്തിന് ഉതകുന്ന ആത്മജ്ഞാനത്തെ ഭഗവാൻ അവിടെ ഉപദേശിച്ചു. വൈദിക ധർമ്മത്തിനനുഗുണമായി ശ്രുതിയിൽ പറഞ്ഞിരിക്കുന്നതിന് അല്പവും കോട്ടം വരുത്താതെ. വളരെ ശ്രദ്ധേയമായാണ്. ആളുകൾക്ക് ഉത്കൃഷ്ട അപകൃഷ്ട ബോധങ്ങളുണ്ടാവും. വാസനാബലത്തെയാണ് ഗുരു അറിയുന്നതെങ്കിൽ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഉത്കൃഷ്ട അപകൃഷ്ട ബോധങ്ങളുണ്ടാവും. ലോകത്തിലുള്ള കർമ്മങ്ങൾക്കോ ലോകത്തിലുള്ള ചിന്തകൾക്കോ ഉത്കൃഷ്ട അപകൃഷ്ടത ഇല്ലയെന്നറിയുന്നത് എല്ലാ ശാസ്ത്രവും അറിഞ്ഞു കഴിഞ്ഞുയർന്നു നിൽക്കുന്നവനാണ്. ഇപ്പം നിങ്ങളിലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പുരുഷ ജീവിതം ഉത്കൃഷ്ടവും സ്ത്രീ ജീവിതം അപകൃഷ്ടവുമാണ്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ ജീവിതം ഉത്കൃഷ്ടവും പുരുഷ ജീവിതം അപകൃഷ്ടവുമാണ്. പക്ഷെങ്കിലും സർവ ആദരണീയമായി ലോകത്ത് പുരുഷ ജീവിതം ഏതാണ്ട് ഉത്കൃഷ്ടമാണെന്നാണ് ധരിക്കുന്നത്. ആം ഐ റൈറ്റ്? ഇങ്ങനൊരു ധാരണ നിങ്ങൾ വെച്ച് പുലർത്തുന്നു. അറിവ് വന്നവനെ അറിയാവൂ. ഇത് രണ്ടിനും അപകൃഷ്ടതയില്ല, ഉത്കൃഷ്ടതയില്ല. യാതൊരു ഉത്കൃഷ്ടതയും ഇതിനില്ല. അറിയാത്തവരെ സംബന്ധിച്ചിടത്തോളം ഏത് അപകൃഷ്ടമാണോ അത് തനിക്ക് വേണ്ട എന്ന ചിന്ത, ഉത്കൃഷ്ടമായതിനു വേണ്ടിയുള്ള അഭിവാഞ്ച മനുഷ്യ സാധാരണമാണ്. അപകൃഷ്ടമായത് ഇഷ്ടപ്പെടുന്നില്ല. എവിടെ പോയി നിൽക്കുമ്പോഴും ഉത്കൃഷ്ട സ്ഥാനമേത് അതെനിക്ക് കിട്ടണം എന്നുള്ള അഭിവാഞ്ചയാണ് ഉണ്ടാകുന്നത്. കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല. വാസനയ്ക്കനുസരിച്ചുള്ളത് കിട്ടിയാലേ ശാന്തമാവൂ. ഉത്കൃഷ്ടമായത് നേടിയാൽ ഉപയോഗിക്കാൻ അറിയണം. ഉത്കൃഷ്ടമായ സ്ഥാനത്തിരുന്നാൽ ആ സ്ഥാനത്തിനനുസരിച്ച് പെരുമാറാൻ അറിയണം. അതാണ് ഇന്ന് നിങ്ങളുടെ ഭരണരംഗങ്ങളിലും മറ്റുള്ളിടത്തും ഒക്കെ കാണുന്നത്. അത് വളരെ വാസ്റ്റായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ പോയിരുന്ന് ചിന്തിക്കാം. പറഞ്ഞാൽ ഞാൻ ആ വഴിക്ക് പോകും. അതിൽ ഓരോന്നിനെ എടുത്തു നോക്കാം. അതിന് ആ സ്ഥാനങ്ങളിലിരിക്കാൻ യോഗ്യനല്ലാത്ത ഒരുത്തൻ അത്തരം സ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ തകർന്നു പോകും. അവൻ്റെ അപകൃഷ്ടമായ മാനസിക നിലയിലേക്ക് ഉത്കൃഷ്ടമായ ആ സ്ഥാപനത്തെ അവൻ അധപ്പതിപ്പിച്ചു കൊണ്ടിരിക്കുകയല്ലാതെ ആ ഉത്കൃഷ്ടമായ സ്ഥാനത്തിനനുസരിച്ച് ഒരിക്കലും അവൻ ഉയരില്ല. അതുകൊണ്ട് ഉത്കൃഷ്ട സ്ഥാനങ്ങൾ അതിന് അധികാരികളായവർക്കല്ലാതെ കൊടുക്കുന്ന ജനാധിപത്യത്തിനകത്ത് സർവ്വസാധാരണമാണ് ഈ വിനാശങ്ങളെല്ലാം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഉത്കൃഷ്ട സ്ഥാനങ്ങൾ പിടിക്കാനാണ് എല്ലാവരും മത്സരിക്കുന്നത്. മനസ്സിലായില്ല?
അതുകൊണ്ട് ചില ആചാര്യന്മാർ വാസനയെ മനസ്സിലാക്കിയിട്ട് അപകൃഷ്ട സ്ഥാനങ്ങൾക്ക് സാങ്കല്പികമായ ഉത്കൃഷ്ടത നൽകും. രാവിലെ എഴുന്നേറ്റ് അവർ തൂത്തുവരും, കക്കൂസ് വൃത്തിയാക്കും. അപ്പോൾ അതൊക്കെ ഉത്കൃഷ്ടമാണ് അവർ ചെയ്യുന്നതുകൊണ്ടെന്ന് തോന്നിയാൽ ഈ വാസനയുള്ളവനൊക്കെ ചെന്ന് ഭംഗിയായി അത് ചെയ്തോളും. മനസ്സിലായില്ല? മറ്റേ അദ്ദേഹം ഉത്കൃഷ്ട സ്ഥാനത്തിരുന്നു കൊണ്ട് ഉത്കൃഷ്ടങ്ങളായ കാര്യങ്ങളെ ചെയ്യുള്ളൂ എന്ന് വന്നാൽ ജനം ആ ഉത്കൃഷ്ട സ്ഥാനങ്ങളെ അലങ്കരിക്കാൻ അപകൃഷ്ടന്മാർ കയറിക്കൂടും. സ്ഥലം മുഴുവൻ ഗോഗ്വാവിളിയായിട്ട് മാറും. അങ്ങനെയാണ് രാഷ്ട്രം അധപ്പതിക്കുന്നത്. അതൊരിക്കലും മനുഷ്യസ്നേഹിയായ വിശ്വസ്നേഹിയായ ഒരാചാര്യൻ ഒരിക്കലും ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് അദ്ദേഹം ഒരിക്കലും ജനത്തെ അന്ധക്കരണ വിശുദ്ധി വരാത്ത കർമ്മങ്ങളിലേക്ക് ആനയിച്ചു കൊണ്ടുപോകില്ല. താമസ ഭക്ഷണം കഴിക്കാൻ വാസനകളോടുകൂടി ഒരുത്തൻ ഇരിക്കുമ്പോൾ സാത്വികങ്ങളായ ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുന്നത് കണ്ട് അവൻ കഴിക്കാൻ തുടങ്ങിയാൽ അവൻ രോഗിയായി മാറും. അപ്പോൾ ആചാര്യൻ്റെ അല്പം പഴഞ്ചോറ് വാങ്ങിച്ച് ഭംഗിയായി കഴിച്ചാൽ പഴഞ്ചോറിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് വിചാരിച്ച് ഇവൻ്റെ വാസന കാരണം വളരെ ഇഷ്ടപ്പെടുകയും കഴിക്കുകയും ഇടയ്ക്കിടയ്ക്ക് പ്രമാണത്തിന് ആചാര്യൻ കഴിക്കുമായിരുന്നു എന്ന് പറയുകയും ചെയ്തോളൂ. ഒരു പ്രമാണമേ വേണ്ടൂ. അത് ഉത്കൃഷ്ടമായതുകൊണ്ടല്ല. ഉത്കൃഷ്ട അപകൃഷ്ടങ്ങൾ മനസ്സിൻ്റെയാണ്, വസ്തുവിൻ്റെ അല്ല. അത് നന്നായി പഠിച്ചു കഴിയുമ്പോഴേ അത് മനസ്സിലാവും. അർജുനനിൽ ഈ ബോധം വന്നു 3-4 അധ്യായം കേട്ടപ്പോൾ. 4-ാം അധ്യായത്തിൽ നിന്ന് അർജുനൻ ഉൾക്കൊണ്ടത് തനിക്ക് ചേർന്നത് കർമ്മയോഗമാണെന്നും കർമ്മം ചെയ്യേണ്ടതാണെന്നുമുള്ള ബോധമല്ല. ഭഗവാൻ എന്തിനാണ് എന്നെ കർമ്മത്തിൽ പ്രേരിപ്പിക്കുന്നത് എന്ന ശങ്ക അർജുനനിൽ പ്രബലമായി വന്നപ്പോൾ ശ്രേഷ്ഠമായ ജ്ഞാനം അതല്ലേ ഞാൻ ഉപയോഗിക്കേണ്ടത്? അപകൃഷ്ടമായ കർമ്മത്തിൽ എന്തിനാണ് എന്നെ പ്രേരിപ്പിക്കുന്നത്? നല്ലതുപോലെ കർമ്മം വാസനയായി നിൽക്കുന്ന ഒരുവനെ കർമ്മത്തിനയക്കാതെ നീ പോയി പൂജ ചെയ്യുക, അവിടെ വന്നിരിക്കുന്ന കുട്ടികൾക്ക് ശാസ്ത്രമൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു വിട്ടാൽ അവൻ പഠിപ്പിക്കുമ്പോൾ അവൻ്റെ വാസനയ്ക്കിണങ്ങുന്ന കാര്യങ്ങൾ പഠിപ്പിച്ച് പിള്ളേരെ നശിപ്പിക്കും. അപ്പുറത്ത് അതെല്ലാം ചെയ്യാൻ പഠിച്ചിട്ട് വാസനകളില്ലാതെ വന്നവനെ തൂത്തുവാരാനും പാത്രം തേക്കാനും ഒക്കെ വിട്ടാൽ അതും നടക്കില്ല. ഇത് വാസനാനുഗുണമായി നടക്കേണ്ടതാണ്. അതെൻ്റെ ജോലിയാണെന്നും ഞാനത് ചെയ്യുമ്പോൾ അന്ധക്കരണം വിശുദ്ധമാകുമെന്നും ചാതുർവർണ്ണ്യം എന്നതുള്ളതാണെന്നും അതനുസരിച്ചാണ് ഈ നില വികസിക്കുന്നതെന്നും അത് ജാതിയല്ലെന്നും ഉറപ്പ് വേണം. അതുകൊണ്ട് ചാതുർവർണ്ണ്യത്തെ വ്യവച്ഛേദിച്ച് ഇതാണ് സത്യമെന്നുള്ള നിലയിൽ വൈദിക ധർമ്മത്തിനനുസരിച്ച് 4-ാം അധ്യായത്തിൽ കൃത്യമായി പറഞ്ഞു. പക്ഷേ അർജുനന് സമ്മതമായില്ല. സമ്മതമാകാത്ത അർജുനൻ ശ്രേഷ്ഠമായത് സ്വീകരിക്കണമെന്നുള്ളൊരു വാശിയിലേക്ക് വന്നു. ജ്ഞാനമല്ലേ ശ്രേഷ്ഠം? നിങ്ങൾക്കൊക്കെ ഉണ്ടാവും നല്ലത് കണ്ടാൽ അത് വേണമെന്നുള്ള ആഗ്രഹം. എൻ്റെ വീട്ടിൽ ഇതിരിക്കാനുള്ള സൗകര്യമില്ല, നല്ല സാധനമാണ്, ഇതിരിക്കേണ്ടത് നിങ്ങളുടെ അവിടെയാണ്, സൂക്ഷിക്കാനുള്ള സൗകര്യമുണ്ട്, കൊണ്ടുപോയിക്കൊള്ളൂ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ശാസ്ത്രസത്യം അറിയണം. പഴയ കാലത്ത് അങ്ങനെയാണ്. രാജകൊട്ടാരത്തിലിരിക്കേണ്ടതും ക്ഷേത്രങ്ങളിലിരിക്കേണ്ടതും ഒക്കെ അവിടെ ഇരിക്കും, അശുദ്ധമാകാതെ. അതൊക്കെ വീട്ടിൻ്റെ ഷോക്കേസിലേക്ക് വേണമെന്ന് ജനാധിപത്യം ആഗ്രഹിച്ചു തുടങ്ങിയപ്പോഴാണ് അതൊക്കെ സർവത്ര നാശമായി തീർന്നത്. മറ്റത് എന്നും പോയി കാണാം, വണങ്ങാം. മനസ്സിലാവുമോ എന്നറിയില്ല. നിങ്ങളുടെയൊക്കെ വീട്ടിലേക്ക് എത്തി ഈ സാധനങ്ങളെല്ലാം.
ക്ഷേത്രങ്ങളിലുണ്ടായ വട്ടകകളും ഗോളകകളും ഒക്കെ. പിള്ളേർക്ക് ദാരിദ്ര്യം വരുമ്പോൾ ഇതൊക്കെ വിൽക്കാനും തുടങ്ങി. അവിടെ ഇരുന്നാൽ ഇത് വിൽക്കില്ല. ദേവസ്വത്തിൻ്റെ ചുമതലയുള്ള മന്ത്രിയാവുമ്പോൾ, പ്രസിഡൻ്റാവുമ്പോൾ ഈ കാണുന്നതൊക്കെ പതുക്കെ മുക്കിക്കൊണ്ട് പോകും. എന്നിട്ട് പാവം പിടിച്ച വല്ല ശാന്തിക്കാരനും ജയിലിലും പൊക്കോളും. ഇങ്ങനെയായി വരുന്നതിൻ്റെ കാരണം ഉത്കൃഷ്ടത സങ്കല്പിച്ചുകൊണ്ടാണ്. അത് ഉത്കൃഷ്ടമാണ്, അതിൻ്റെ ഉപയോഗം എന്താണെന്ന് അറിയില്ല. ഉത്കൃഷ്ട അപകൃഷ്ടങ്ങൾ ലോകത്ത് എക്കാലത്തും ഉണ്ട്, ഇന്നുമുണ്ട്. അർജുന മനസ്സിൻ്റെ ഈ തലം അർജുനനെ വീണ്ടും സംശയാലുവാക്കി. അതുകൊണ്ട് അർജുനൻ ആലോചിച്ചത് രണ്ടും കൂടെ അങ്ങ് അനുഭവിച്ചാലോ? മനസ്സിലായില്ല. കർമ്മയോഗവും കർമ്മസന്യാസവും രണ്ടും കൂടെ അങ്ങ് പിടിച്ചു വെച്ചാലോ? അല്ലെങ്കിൽ ഇതിൽ ഉത്തമമായത് മാത്രമായാലോ? അപ്പോൾ കർമ്മയോഗവും കർമ്മസന്യാസവും 3-4 അധ്യായങ്ങളിൽ നിന്ന് കേട്ട അർജുനൻ ഇതിലേതാണ് ശ്രേഷ്ഠം എന്നറിയാൻ ആഗ്രഹിച്ചു. അത് അർജുനൻ പ്രകടമായി ചോദിക്കുകയാണ് 5-ാം അധ്യായം 1-ാം ശ്ലോകത്തിൽ. ഭഗവാനാവട്ടെ തുടങ്ങിയില്ല. ഭഗവാനാവട്ടെ ജ്ഞാനകർമ്മ സമുച്ചയദോഷം വരാതെ ജ്ഞാനകർമ്മ സമന്വയത്തിനൊതുങ്ങുമാറ് പുരുഷാർത്ഥസിദ്ധിയെ മുൻനിർത്തി അതീവ ശ്രദ്ധയോടുകൂടി 5-ാം അധ്യായം ജ്ഞാനയോഗം അവതരിപ്പിക്കുക. ജ്ഞാനത്തെ അതിൻ്റെ പൂർണ്ണ ശോഭയോടുകൂടി ഈ അധ്യായത്തിൽ അവതരിപ്പിക്കുകയാണ്. 2-ാം അധ്യായത്തിൽ സൂത്രരൂപത്തിൽ പറഞ്ഞത് അർജുനന് മനസ്സിലാകാത്തത് 2-ാം അധ്യായത്തിലെ ജ്ഞാനയോഗ സംബന്ധിയായ ആശയങ്ങൾക്ക് ഭഗവാൻ തന്നെ എഴുതിയ ഭാഷ്യമാണ് 5-ാം അധ്യായം. 2-ാം അധ്യായം ഭഗവാന്റെ സൂത്രവും 5-ാമത് നിങ്ങൾ പറയുന്ന അർത്ഥത്തിലെ സൂത്രമല്ല, അല്പാക്ഷരം അസന്ദിഗ്ധം എന്ന് പറയുന്ന സൂത്രം. വളരെ കുറഞ്ഞ വാക്കുകളിൽ വളരെ പ്രൗഢമായി വളരെ വിശ്വതോമുഖമായി വ്യാഖ്യാനിക്കുവാൻ പര്യാപ്തമായി ഭഗവാൻ അന്ന് ഉപദേശിച്ച വൈദിക സൂത്രം, അഫോറിസം, അതിനെ ഭഗവാൻ 5-ാം അധ്യായത്തിൽ സ്വന്തം ഭാഷ്യം കൊണ്ട് വിശദീകരിച്ച് പഠിപ്പിക്കുകയാണ്. ഭഗവാന്റെ ഭാഷ്യമുണ്ട്, അതിൻ്റെ മുകളിൽ ഇനി നമ്മുടെ ആരുടെയും ഭാഷ്യം വേണ്ടി വരില്ല. അത് കഴിഞ്ഞ് ശങ്കര ഭാഷ്യവും ബാക്കിയുള്ളതും ഒക്കെ ഉള്ളൂ. 5-ാം അധ്യായം ഭഗവത് ഭാഷ്യമാണ് ജ്ഞാനയോഗത്തിന്, വളരെ വിശദീകരിച്ചു. ആ ഭാഷ്യം വേണ്ടി വന്നത് അർജുനൻ്റെ ചോദ്യം കാരണമാണ്. അതുകൊണ്ട് ചോദ്യത്തിന് കൂടുതൽ പ്രസക്തി ഉണ്ടാവും. കാരണം ഏത് സിദ്ധാന്തത്തിനും അതിൻ്റെ പൂർവപക്ഷം വളരെ പ്രാധാന്യമുള്ളതാണ്. പൂർവ ഉത്തരപക്ഷങ്ങളിൽ നിന്നാണ് സിദ്ധാന്തം രൂപപ്പെടുന്നത്. പൂർവപക്ഷം ഉന്നയിച്ച് ഉത്തരപക്ഷത്തെ കൊണ്ടുവന്ന് പൂർവപക്ഷത്തിലെ ചോദ്യത്തിലെ തെറ്റും ശരികളും ചേർത്ത് സിദ്ധാന്തപക്ഷം രംഗപ്രവേശം ചെയ്യുകയാണ് ചെയ്യുന്നത്. തീസിസ്, ആൻറ്റിതെസിസ് ആൻഡ് സിന്തസിസ് എന്ന് ആധുനിക ഭാഷയിൽ പറയും. വളരെ ഭംഗിയായി. അതുകൊണ്ട് ഇനി നമുക്ക് അർജുനൻ്റെ ചോദ്യം നോക്കാം. അർജുനൻ എന്താണ് ചോദിച്ചത്? അർജുനം വാച സന്യാസം കർമ്മണാം കൃഷ്ണ പുനർയോഗം ച സംസസി യച്ഛേയയേതയോരേക
വളരെ വ്യക്തമാണ് അർജുനൻ്റെ ചോദ്യം. സന്യാസം കർമ്മണാം കൃഷ്ണ പുനർയോഗം ച ശംസസി യശ്രേയ ഏതയോരേകം തന്മേ ബ്രൂഹി സുനിശ്ചിതം. അങ്ങെനിക്ക് എങ്ങനെയാണ് ഉപദേശിച്ചത്? ഹേ കൃഷ്ണ, കർമ്മണാം സന്യാസം പുനഃ യോഗം ച ശംസസി ഏതയോഃ യത് ശ്രേയഃ തദേകം സുനിശ്ചിതം മേ ബ്രൂഹി. 3-ാം അധ്യായത്തിൽ അർജുനൻ ചോദിച്ച അതേ ചോദ്യത്തിൻ്റെ മാറ്റൊലി ഇവിടെയാണ്. 3-ാം അധ്യായത്തിലെ 1ഉം 2ഉം ശ്ലോകങ്ങളിൽ അല്ലേ? വാക്യേന 1-ാം ശ്ലോകം ഏതാ? ജായസി ചേത് കർമ്മണസ്തേ മതാബുദ്ധിർ ജനാർദ്ദന തത് കിം കർമ്മണി ഘോരേ മാം നിയോജയസി കേശവ. ശക്തമായ ചോദ്യം. അങ്ങയ്ക്ക് വ്യക്തമായി അറിയാം, അങ്ങയ്ക്ക് വ്യക്തമായി അറിയാം ജ്ഞാനമാണ് ശ്രേഷ്ഠം. 2-ാം അധ്യായത്തിലെ ഓരോ വാക്കിലും അങ്ങ് ആത്മവത്തയെയാണ് ഉപദേശിച്ചത്. വളരെ വ്യക്തമാണ്. കർമ്മം ശ്രേഷ്ഠമല്ല എന്ന് അങ്ങയുടെ വാക്കുകളിൽ വളരെ വ്യക്തമാണ്. ബുദ്ധിയോഗം കർമ്മയോഗത്തേക്കാൾ ശ്രേഷ്ഠമാണെന്ന് അങ്ങ് വളരെ സിദ്ധാന്തിച്ച് ഉപന്യസിച്ച് ഉപദേശിച്ചതാണ്. 2-ാം അധ്യായത്തിലെ ഓരോ ആത്മ ലക്ഷണം മുഴുവൻ വർണ്ണിച്ചിട്ട് നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവകഃ എന്നൊക്കെ സാഖ്യയുക്തമായ ആത്മസത്യത്തെ പൂർണ്ണമായി ഉപദേശിച്ചിട്ട് ശക്തമായി ഉപന്യസിച്ചിട്ട് അങ്ങ് സ്ഥിതപ്രജ്ഞ ലക്ഷണത്തെ, ബുദ്ധിയോഗത്തെ അതിൻ്റെ പര്യാപ്തമായ എല്ലാ ഭാവങ്ങളോടും കൂടി അവതരിപ്പിച്ച് തന്ന സ്ഥിതപ്രജ്ഞനാകാനുള്ള ശാന്തിയുടെ വഴിയും പറഞ്ഞിട്ട് ഉപരി കർമ്മയോഗത്തെക്കാൾ ശ്രേഷ്ഠം, കർമ്മത്തെക്കാളും കർമ്മയോഗത്തെക്കാളും ശ്രേഷ്ഠമായത് ജ്ഞാനമാണ് എന്നങ്ങ് അങ്ങയുടെ വാക്കുകളിലൂടെ ദൂരേണ ഈ അവരം കർമ്മ ഹി സർവശാസ്ത്ര പ്രസിദ്ധി ദ്യോതക ശബ്ദമാണ്. ഔപനിഷദികങ്ങളായിരിക്കുന്ന സമസ്ത വൈദിക പ്രമാണങ്ങളാലും ചിന്തിച്ചു നോക്കിയാൽ കർമ്മം അവരമാണ്, ശ്രേഷ്ഠമല്ല. കർമ്മത്തേക്കാൾ ശ്രേഷ്ഠമാണ് ജ്ഞാനമെന്ന് അങ്ങ് സൂചിപ്പിച്ചു തന്നിട്ട് എന്തിനാണ് കർമ്മത്തേക്കാൾ ശ്രേഷ്ഠമാണ് ബുദ്ധിയോഗമെങ്കിൽ ജായസി ചേത് ബുദ്ധിയേക്കാൾ കർമ്മത്തേക്കാൾ ബുദ്ധിക്കാണ് ശ്രേഷ്ഠതയെന്ന അങ്ങയുടെ മതമാണെങ്കിൽ, അങ്ങയുടെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്, വേറൊരാൾ പറഞ്ഞതല്ല. അങ്ങ് ഈ യുദ്ധക്കളത്തിൽ നിന്ന് എന്നോട് ഉപദേശിച്ച അങ്ങയുടെ വ്യക്തമായ ഉപദേശമാണ് ബുദ്ധിയോഗം ശ്രേഷ്ഠമാണ്. ആ അങ്ങ് എന്നെ നിർബന്ധിക്കുന്നു കർമ്മം ചെയ്യാൻ. അപ്പം ഞാൻ കലക്കി കുടിക്കണമെന്ന് നിർബന്ധമാണെന്ന് ഇല്ലേ? ആത്തേരും വേലക്കാരിയും കൂടി വെള്ളത്തിൽ വള്ളം മറിഞ്ഞ് വെള്ളത്തിൽ രണ്ടുപേർക്കും നീന്തലറിയില്ല. വെള്ളം കുടിച്ച് ചാകാൻ തുടങ്ങുകയാണ്. പക്ഷേ ആത്തേര് വിളിച്ചു പറഞ്ഞു, എടി കലക്കി കുടിക്കാൻ, കാരണം ഞാൻ കുടിക്കുന്ന വെള്ളം തന്നെ നീ കുടിക്കണ്ട എന്ന് പറഞ്ഞ പോലെയാണോ അങ്ങയുടെ അഭിപ്രായം? കാരണം ശ്രേഷ്ഠമായത് ഇതാണെന്ന് വ്യക്തമായി പറഞ്ഞു വെച്ചിട്ട് ഞാനത് അനുഭവിക്കണ്ടെന്ന് മനസ്സിലായില്ല. ജായസി ചേത് കർമ്മണസ്തേ മതാ ബുദ്ധിർ ജനാർദ്ദന തത്
കിം കർമ്മണി ഘോരേമാം, ഘോരമായ കർമ്മത്തിലാണ് എന്നെ അങ്ങ് പ്രേരിപ്പിക്കുന്നത്. എന്തിനാണത്? ഈ ചോദ്യം അർജുനൻ ചോദിച്ചതാ. ഇന്നാരും ഗീത പഠിച്ചിട്ട് ചോദിച്ച ചോദ്യമൊന്നുമല്ല, ഇത് അതിനകത്ത് തന്നെയുള്ള ചോദ്യമാണ്. ഈ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകിക്കൊണ്ട് അവിടെ അർജുനൻ കുഴഞ്ഞു വീണ ചോദിക്കുന്നത് വ്യാമിശ്രേണേവ വാക്യേന ബുദ്ധിം മോഹയസീവമേ തദേകം വധ നിശ്ചിത്യ ഏന ശ്രേയോഹമാപ്നുയാം. അതിന് വളരെ വ്യക്തമായ ഉത്തരം പറഞ്ഞുകൊണ്ടാണ് 3-ാം അധ്യായം ഉപന്യസിച്ച് തീർത്തത്. കർമ്മയോഗം. കർത്തൃത്വാഭിമാനം പോകാതെ കിടക്കുന്നതിനെ മുക്തകണ്ഠം പഠിച്ചിട്ടാണ് ഭഗവാൻ വളരെ ഗംഭീരമായി 4-ാം അധ്യായം ഉപദേശിച്ചത്. 3-4 അധ്യായങ്ങൾ നല്ലപോലെ പറഞ്ഞു കഴിഞ്ഞിട്ട് അർജുനൻ സംശയം തീരാതെ ചോദിക്കുന്നത് കർമ്മസന്യാസം, കർമ്മണാം സന്യാസം, കർമ്മങ്ങളുടെ ത്യാഗം. അങ്ങ് ആദ്യം എന്നോട് കർമ്മത്തിൻ്റെ ത്യാഗം ഉപദേശിച്ചു, രണ്ടാമത് കർമ്മയോഗത്തെയും പറഞ്ഞു. ഞാൻ ചിന്താക്കുഴപ്പത്തിലാണ്. എനിക്ക് ഏതാണ് ചേരുന്നത്? എനിക്ക് ശ്രേയസ്സുണ്ടാകാൻ പറ്റിയത് ഇതിലേതാണ്? അതെനിക്ക് ഉപദേശിച്ചു തരിക. ഓരോ വ്യക്തിക്കും ശ്രേയസ്സുണ്ടാകുന്നത്, അവൻ്റെ ശുദ്ധി വരുന്നത് അവൻ്റെ പുറത്തു പറ്റിയിരിക്കുന്ന മാലിന്യം കഴുകി മാറ്റുമ്പോഴാണ്. കുളിക്കാൻ പോകുമ്പോൾ സൂക്ഷിക്കണം. മോട്ടോർ ഓയിലും ഗ്രീസും ഒക്കെ പറ്റിയിരിക്കുന്നവൻ കുളിക്കാൻ ഉപയോഗിക്കുന്ന സോപ്പും മനസ്സിലായില്ല. വീട്ടിലെ അടുക്കളയിലെ ചാരവും കരിയും ഒക്കെ പറ്റിയിരിക്കുന്നവർ കുളിക്കാൻ ഉപയോഗിക്കുന്ന സോപ്പും ഒന്നായ പറ്റില്ല. സാധാരണ തേച്ച് കുളിക്കുന്ന സോപ്പും കൊണ്ട് ഗ്രീസും ഓയിലും പറ്റിയതൊക്കെ കളയാമെന്ന് വിചാരിച്ച് കുളിക്കാൻ പോയാൽ അത് ദേഹം മുഴുവൻ പറ്റുകയുള്ളൂ. മനസ്സിലായില്ല. അവിടെയാണ് ഭീഷ്മരൊക്കെ വന്ധ്യരായിത്തീരുന്നത്. ലോകസാധാരണമായ കർമ്മതലങ്ങളിൽ നിന്നുകൊണ്ട് നിന്ദ്യനായ ഭീഷ്മൻ വൈയക്തിക തലത്തിൽ, മോക്ഷത്തിൻ്റെ തലത്തിൽ ചിന്തിക്കുമ്പോൾ വന്ധ്യനായിത്തീരുന്നത് അവിടെയാണ്. ഇവിടെയാണ് ഗീതയിലെ ട്വിസ്റ്റ്. ഇതുവരെ കാത്തിരുന്നില്ലെങ്കിൽ നിങ്ങൾ വെള്ളത്തിലാവും. സാമൂഹ്യ പ്രതിബദ്ധതയുടെ കർമ്മതലങ്ങളും വൈയക്തിക പ്രതിബദ്ധതയുടെ കർമ്മതലങ്ങളും രണ്ടാണ്. മനസ്സിലാവുമോ എന്നറിയില്ല. വ്യക്തി എന്ന നിലയിലായിരിക്കുമ്പോഴുള്ളത് അവൻ്റെ വാസനകൾ പോയാലാണ് മോക്ഷം കിട്ടുന്നത്. അവൻ വ്യക്തി എന്ന തലത്തിൽ നിന്ന് സാമൂഹ്യ തലത്തിൽ ചിന്തിക്കാൻ വാസന പോകുന്നതിന് മുമ്പൊരുങ്ങി അതിന് പര്യാപ്തമായ കർമ്മം സ്വീകരിച്ചാൽ ഈ മാലിന്യം പോവില്ല. ഈ മാലിന്യവുമായി അലയേണ്ടി വരും. ഭീഷ്മജന്മത്തിന് ഭീഷ്മൻ്റെതായ ഉദ്ദേശമുണ്ട്. മനസ്സിലായില്ല. അത് തീരണം. അത് അനുകരണീയമല്ല. അത് ഭീഷ്മൻ്റെ വൈയക്തിക തലമാണ്. നിങ്ങളുടെ അച്ഛൻ, അമ്മ, ആചാര്യന്മാർ അവർക്കൊക്കെ വാസനാമയമായ ഒരു ജന്മമുണ്ട്. അതിലെ ഒരു കർമ്മവും അനുകരിക്കരുത്. അത് സാമാജിക ധർമ്മത്തിന് ഉതകാത്തതാണ്. എല്ലാ വ്യക്തിക്കുമുണ്ട് അങ്ങനെ ഒരു ലോകം. അത് വേർതിരിച്ചറിയുന്നതിലാണ് അറിവിരിക്കുന്നത്. അത് അവൻ്റെ വാസനയാണ്. അവനോട് പിണങ്ങണ്ട. അതുകൊണ്ട് അവനോട് പിണങ്ങിയിട്ട് കാര്യമില്ല. കാരണം അവനത് ചെയ്തിരിക്കും. നിങ്ങൾ കാങ്ക ചെയ്യണോ കാണാതെ ചെയ്യണോ എന്ന് മാത്രമേ ചോദ്യമുള്ളൂ. കാണാതെയാണ് ചെയ്യുന്നതെങ്കിൽ വാസന ഒന്നുകൂടെ ഘനീഭവിക്കും.
കാരണം അത് അവൻ്റെ വാസനയാണ്. ഭീഷ്മർക്ക് ഭീഷ്മരുടേതായ വാസനകളുണ്ട് ആ ജന്മത്തിന്. ആ ജന്മത്തിന് കാരണമുണ്ട്. അത് പൂർവ്വനിശ്ചിതമാണെന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഗംഗാവതരണ കഥയിൽ. മനസ്സിലായില്ല? അഷ്ടവസ്തു എങ്ങനെയാണ് ഈ വന്നത്? ഇതുപോലുള്ള അഷ്ടവസ്തുക്കളാണ് ഓരോരുത്തരും എന്ന് പറഞ്ഞാൽ പൂർവമായി ചെയ്തിരിക്കുന്ന കർമ്മങ്ങളുടെ അനന്തരഫലങ്ങളും കൊണ്ടാണ് ഈ വന്നിരിക്കുന്നത്. അവിടെ ഇവിടെ കിടന്ന് അനുകരിച്ചിട്ടൊന്നും ദുഃഖം പോവില്ല. ദുഃഖത്തിന് കാരണം ആ അകത്ത് കിടക്കുന്ന ബീജങ്ങളാണ്. സുഖത്തിന് കാരണം അകത്ത് കിടക്കുന്ന ബീജങ്ങളാണ്. വാസനയ്ക്ക് അനുഗുണമായാണ് പോകുന്നതെങ്കിൽ ഇതിൽ ഓരോന്നും തള്ളിപ്പോകുന്നത് കൊണ്ട് സുഖം മാത്രമേ ഉണ്ടാവുള്ളൂ, ദുഃഖം ഉണ്ടാവില്ല. ഒരാൾ പിണങ്ങിയാൽ സുഖം ഉണ്ടാവും, ഒരാൾ ഇണങ്ങിയാലും സുഖം ഉണ്ടാവും. മനസ്സിലായില്ല? വാസനയ്ക്ക് അനുഗുണമായ അറിവില്ലെങ്കിൽ ഒരാൾ പിണങ്ങിയാൽ ദുഃഖം ഉണ്ടാവും, ഒരാൾ ഇണങ്ങിയാലും ദുഃഖം ഉണ്ടാവും. ഇങ്ങനെ പഠിക്കാൻ പറ്റുമോ? മനസ്സിലാവുമോ? ഞാൻ ആ ചോദ്യം ചോദിക്കുന്നതിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ, കുറച്ച് പേർക്ക് പെട്ടെന്ന് മനസ്സിലാവും. മനസ്സിലാകാത്ത ആളുകൾ ഇരുന്ന് വിഷമിക്കും. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ചോദിക്കില്ല. മനസ്സിലാവുമോ? ഇങ്ങനെയാണ് കാര്യമെന്ന് ഋജുവായിട്ടങ്ങ് മനസ്സിലാവുമെങ്കിൽ എനിക്ക് എളുപ്പമാണ് മുന്നോട്ട് പോകാൻ. വാസനയാണ് ഈ കളിക്കുന്നത്. അപ്പോൾ വാസനയ്ക്കനുഗുണമായാണ് കർമ്മങ്ങൾ വരുന്നത്. അത് ചെയ്തില്ലെങ്കിൽ അന്ധകരണം വിശുദ്ധമാവില്ല. വിശുദ്ധമല്ലാത്ത അന്ധകരണത്തിലേക്ക് ജ്ഞാനത്തിൻ്റെ ഏതെല്ലാം അംശങ്ങൾ വന്നു വീണാലും ഗ്രഹിക്കാനാവില്ല. അന്ധകരണം വിശുദ്ധമായാലോ ശാസ്ത്രം അതിനകത്ത് തന്നെ വിളങ്ങും. പണ്ട് കേട്ടതും കൂടെ മനസ്സിലാവും. എവിടെയെങ്കിലും പോയിരുന്ന് നല്ല ആചാര്യന്മാരിൽ നിന്ന് അല്പം ശാസ്ത്രമൊക്കെ കേട്ടിട്ടുണ്ടാവും. അവർ പറഞ്ഞപ്പോൾ മനസ്സിലായിട്ടേ ഉണ്ടാവില്ല. അന്ന് വാസന അങ്ങനെ തത്തിക്കളിക്കുകയാണ്. പിന്നെ വേറെ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ഏതെങ്കിലും ഒരു ഇടപാടിൽ വെച്ച് ഈ വാസന അങ്ങോട്ട് പോകുന്ന നിമിഷത്തിൽ പണ്ട് കേട്ട ഈ സാധനം നേരെ ഉണർന്നു വരും. അത് പണ്ട് കേട്ടതാണെന്ന് പോലും, ഇന്നിടത്ത് വെച്ച് കേട്ടതാണെന്ന് പോലും അറിയില്ല. അത് തനിച്ച് നേരെയും കയറി വരും. അത് വേറെ ആരിൽ നിന്നെങ്കിലും ശ്രവണം ചെയ്തതാണ്. അതിപ്പോഴാണ് തിളങ്ങിയത്. ശ്രവണം ചെയ്താൽ അതവിടെ കിടക്കും. അതുകൊണ്ട് ഇപ്പോൾ കേൾക്കുന്നതൊക്കെ നല്ലപോലെ മനസ്സിലായി എന്നൊക്കെ തോന്നിയാലും അനുഭവമായിക്കൊള്ളണമെന്നില്ല. അന്ധകരണത്തിൽ അശുദ്ധി കിടപ്പുണ്ടെങ്കിൽ ഈ സാധനം മനസ്സിലായി എന്ന് വരില്ല. ചിലപ്പം വർഷങ്ങൾ കഴിഞ്ഞ് വേറെ എവിടെയെങ്കിലും ചെന്നിരിക്കുമ്പോൾ ഏതെങ്കിലും അന്ധകരണ വിശുദ്ധിക്കുള്ള കർമ്മങ്ങളെ ചെയ്യുമ്പോൾ മെല്ലെ കയറുമെന്നത്. ഇങ്ങനെയാണ് ശാസ്ത്രം പോകുന്നത്. ശാസ്ത്രത്തിൻ്റെ നില ഇതാണ്. ഇങ്ങനെയേ ഇത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് അർജുനനെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് അന്ധകരണത്തിൻ്റെ ഈ വൈകല്യം കൊണ്ട് അർജുനന് മനസ്സിലായില്ല. ഇപ്പോൾ അർജുനൻ അതുകൊണ്ട് വീണ്ടും ചോദിച്ചു, അല്ലയോ ഭഗവാനെ, അങ്ങ് ഒരേ സമയം കർമ്മത്തെ ത്യജിക്കാനും അതേപോലെ തന്നെ കർമ്മങ്ങളെ ചെയ്യാനും ഉപദേശിക്കുന്നു. ഇതെങ്ങനെ ശരിയാവും? അങ്ങയുടെ സൈദ്ധാന്തികമായ അറിവിൽ മുഴുവൻ കർമ്മത്യാഗമാണ് പഠിപ്പിക്കുന്നത്. അങ്ങാണെങ്കിലോ 24 മണിക്കൂറും കർമ്മത്തിലാണ് മുഴുകിക്കിടക്കുന്നത്. ഇതെന്തൊരു വൈകല്യം! മനസ്സിലായില്ല ചോദ്യം? 24 മണിക്കൂറും അങ്ങേ കർമ്മത്തിലാണ്. കാരണം ഈ ഭാര്യമാരെ എല്ലാം ഒന്ന് ചുറ്റി കണ്ടിട്ട് വരണമെങ്കിൽ തന്നെ എത്രയോ കഷ്ടപ്പാടാണ്. സാധാരണ മനുഷ്യനെ പോലാണോ? സാധാരണക്കാരനാണെങ്കിൽ ഒരെണ്ണത്തിനെ കണ്ടാൽ മതി, അപ്പോൾ തന്നെ ഞങ്ങൾ മടുക്കുകയാണ്. ശരിയല്ല? അതുകൊണ്ടല്ലേ ഈ ജോലിക്കൊക്കെ ഫോറിനിലേക്ക് പോകുന്നത്. ഇത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഒരാഴ്ച ഈ ബ്യൂട്ടി പാർലറിലൊക്കെ വന്നിച്ച് വരുമ്പോൾ ആ പന്തലിൽ വെച്ച് മുഖത്ത് നോക്കിയിരിക്കാം എന്നല്ലാതെ അവിടെ നിന്ന് ഇറങ്ങിയാൽ പിന്നെ ഇത് കാണാൻ പറ്റുമോ? സഹിക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് പശുവിനെ നോക്കിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുമ്പോഴാണെങ്കിലും പുറത്തേക്ക് പോകുന്നത്. ഞാൻ ആ പശുവിനെ ഒന്ന് നോക്കിയിട്ട് വരട്ടെ, അത്രയും നേരം കാണണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ. ടീച്ചറിനത് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഗതി. വെളിയിലേക്ക് പോകുന്നതും ജോലിക്ക് പോകുന്നതും ഒക്കെ ഇതിനാണ്. അല്ല, ഇതത്ര നല്ലതായിരുന്നെങ്കിൽ അവിടെ തന്നെ ഇരിക്കില്ലായിരുന്നു. ഭഗവാനെ, അങ്ങയുടെ ഗതി, അങ്ങ് ഈ ഓടി നടന്ന് ഇത്രയും ഭാര്യമാണ്, പിള്ളേർ
രാജ്യം, ലോകത്തിലെ സകല പണി അങ്ങേക്കുണ്ട്. കാരണം ഒരിടത്തങ്ങ് ബ്രോക്കറാണ്. കാരണം എൻ്റെ ഉൾപ്പെടെ, അർജുനൻ്റെ ഉൾപ്പെടെ എത്ര കല്യാണങ്ങൾക്കാണ് ബ്രോക്കറേജ് ഒളിപ്പിച്ചു കൊണ്ടുപോകാൻ. ബ്രോക്കറുടെ പണി എന്ന് പറഞ്ഞാൽ ചില്ലറ പണിയാണോ? എന്തുമാത്രം ടെൻഷനുള്ള പണിയാണ്. എത്ര പേരെ കൂട്ടി യോജിപ്പിച്ചു കൊടുക്കണം. ശരിയല്ലേ? അങ്ങയുടെ കഷ്ടപ്പാട് ഓർക്കുമ്പോൾ സത്യത്തിൽ എനിക്ക് പോലും സങ്കടം തോന്നുന്നു എന്ന് പറയാവുന്ന വിധത്തിലാണ് അങ്ങയുടെ നില. രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കാൻ, എന്തെല്ലാം സമ്പാദിച്ചു കൂട്ടാൻ, എന്തെല്ലാം പണികളാണ് അങ്ങയ്ക്കുള്ളത്. നേരം വെളുത്താൽ വൈകുന്നവരെ കാലുവെന്ത നായയുടെ കൂട്ട് നടക്കുക എന്നുള്ളതല്ലാതെ അങ്ങയ്ക്ക് വല്ല പരിപാടിയുണ്ടോ? എന്തുമാത്രം കാര്യങ്ങളാണ് കിടക്കുന്നത്. ഇത്രയും കർമ്മത്തിൽ നിൽക്കുന്ന അങ്ങ് കർമ്മം ഉപേക്ഷിക്കുന്നതാണ് ശ്രേഷ്ഠമെന്ന് പറയുന്നു. കേൾക്കുമ്പോൾ ഒരു വല്ലാത്ത അവസ്ഥ തോന്നുകയല്ലേ? അങ്ങ് വളരെ വ്യക്തമായി കർമ്മം ഉപേക്ഷിക്കാൻ പറയും. മറ്റൊരു തരത്തിൽ അങ്ങ് പറയുന്നു കർമ്മം ചെയ്യണമെന്ന് പറയും. ഏതാ വേണ്ടത്? അങ്ങ് നിശ്ചയിച്ചുറച്ച് ഒന്ന് പറഞ്ഞതാ ഏതാണ് ഞാൻ ചെയ്യേണ്ടത്. ഭഗവാന് സംശയമൊന്നുമില്ല. ഇതൊക്കെ അർജുനന്മാരുടെ സംശയമാണ്. ഭഗവാന്റെ കാര്യമൊക്കെ ഭഗവാന് നല്ല ഉറപ്പാണ്. ഇതാണ് അതിൻ്റെ വഴി, ഇതിങ്ങനെയാണ് തീർക്കേണ്ടത്, അത് കൃത്യമാണ്. അതുകൊണ്ട് ഭഗവാൻ വളരെ വ്യക്തമായി ജ്ഞാനയോഗത്തെ ഉപദേശിക്കാൻ തുടങ്ങാണ്. സന്ദർഭം നല്ലപോലെ മനസ്സിലായോ? സന്ദർഭം മനസ്സിലാകാതെ പഠിക്കരുത്. ഗീത പഠിക്കാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ സന്ദർഭം ആദ്യം പഠിക്കണം. അർജുനൻ ഏതവസ്ഥയിലാണ് ചോദ്യം ചോദിച്ചത്? അർജുനന് വന്നുകൂടിയ സംശയം ഇതാണ്. അത് വൈദികിയെ പറഞ്ഞതുകൊണ്ടാണ്. ശ്രുത്യധിഷ്ഠിതമായ ധർമ്മത്തെ പറയുമ്പോൾ അത് സത്യയുഗ ധർമ്മമാണ്. അവിടെ കർമ്മമില്ല. ലോകം നിലനിൽക്കുന്നത് കർമ്മം കൊണ്ടാണ് എന്നാണ് വയ്ക്കുന്നത്. യജ്ഞം കൊണ്ടാണ് ലോകം നിലനിൽക്കുന്നത്, കർമ്മം കൊണ്ടല്ല. വൈദിക ധർമ്മപ്രകാരം കർമ്മത്യാഗം കൊണ്ടാണ് ലോകം നിലനിൽക്കുന്നത്. കർമ്മം കൊണ്ട് നിലനിൽക്കുന്നത് ബന്ധമാണ്. ബന്ധമാണ് ദുഃഖങ്ങൾക്ക് കാരണം. എൻ്റെ ആ ചരിതിരിവ് മനസ്സിലാക്കണം. ബന്ധങ്ങളെല്ലാം കർമ്മത്തിൻ്റെയാണ്. കർമ്മവും അതിൻ്റെ വാസനകളുമാണ് എല്ലാ ബന്ധത്തെയും ഉളവാക്കുന്നത്. ബന്ധം ഉണ്ടായാൽ കർമ്മത്തിൻ്റെ പൂർണ്ണത കുറയുകയാണ്, ഏകാഗ്രത നഷ്ടപ്പെടുകയാണ്. ലോകത്തിലുള്ള ഏത് കർമ്മവും, നിങ്ങൾ കുടുംബത്തിൽ ചെയ്യുന്നതും പുറത്ത് ചെയ്യുന്നതും തൊഴിൽപരമായി ചെയ്യുന്നതുമായ സമസ്ത കർമ്മങ്ങളും ബന്ധമുണ്ടാകുന്നത് വരെ ലോകം നിലനിർത്തുന്നതാണ്. അത് കർമ്മയോഗമാണ്. കർമ്മയോഗം അങ്ങ് മാറി കർമ്മമാക്കുന്നത് ബന്ധങ്ങളാണ്. ബന്ധങ്ങളുണ്ടായോ കർമ്മം അപകടകരമാണ്. പക്ഷെ സാധാരണ മനുഷ്യന് അജ്ഞാനത്തിൽ ബന്ധിച്ചിട്ടേ കർമ്മം ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് തെറ്റിദ്ധാരണ. ബന്ധിച്ച് കഴിഞ്ഞാൽ ആയിരം കളങ്കങ്ങൾ കർമ്മത്തിനകത്ത് വന്നിരിക്കും. ചേർക്കരുതാത്ത ചേർച്ചകൾ ബന്ധത്തിലാണ് ഉണ്ടാകുന്നത്. വസ്തുക്കളുടെ സംയോഗ വിയോഗങ്ങൾ, രണ്ട് പദാർത്ഥങ്ങളെ ചേർക്കുന്ന ഒരു കർമ്മം വരുമ്പോൾ അതിൽ ചേർത്തുകൂടാത്ത ഒരു പദാർത്ഥത്തെ ചേർക്കുന്നത് ബന്ധമുണ്ടെങ്കിലാണ്. ബന്ധമില്ലെങ്കിൽ ചേർക്കില്ല. എല്ലാ മായാപ്രവൃത്തികളും ബന്ധത്തിലാണ്. രണ്ടുപേരും കൂടി കൂടുതൽ ബന്ധത്തിലാവുമ്പോഴാണ് നമുക്ക് ഇന്നത് ചേർത്ത് കൊടുത്താലോ ഇന്ന പോലെ ചെയ്താലോ. ബന്ധമില്ലെങ്കിൽ സൂക്ഷിച്ചാണ്, പരസ്പരം നോക്കിയാണ് നിൽക്കുന്നത്. നല്ലത് തന്നെ കൊടുക്കും. നിങ്ങളൊരു തൊഴിലിൽ കയറി ബന്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ മാലിന്യമുണ്ടാവും. ആവശ്യങ്ങളെ അറിഞ്ഞ് മര്യാദാമസൃണമായി വിവാഹത്തെ കഴിക്കുമ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ ആ ആവശ്യാധിഷ്ഠിതമായ കർമ്മങ്ങളും യജ്ഞങ്ങളും മാത്രമാണുള്ളത്, ബന്ധമല്ലുള്ളത്. ഉത്തമ സന്താനങ്ങൾ ജനിക്കും, ഉത്തമ ജീവിത മാതൃകകൾ ഉണ്ടാവും.
വൈദിക ധർമ്മപ്രകാരമുള്ള വിവാഹത്തിൽ നിന്ന് ഒരിക്കലും അധമ സന്താനങ്ങൾ ഉണ്ടാവില്ല. വൈദികിക്ക് വെളിയിലുള്ള എല്ലാ വിവാഹങ്ങളിലും ബന്ധമുണ്ടാക്കിയിട്ടാണ് വിവാഹം. വിവാഹത്തിൻ്റെ ചടങ്ങ് കഴിഞ്ഞാൽ ആദ്യം ബന്ധമുണ്ടാക്കലാണ്. ബന്ധം ഉറപ്പിച്ചു കഴിഞ്ഞാൽ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യണം. തീവ്ര ദുഃഖത്തിലാണ് ബന്ധം. അതുകൊണ്ട് ലോകം ഉണ്ടാവുകയല്ല ചെയ്യുന്നത്, ലോകം നശിക്കുകയാണ് ചെയ്യുന്നത്. കാഴ്ചപ്പാട് ശരിയാണോന്ന് സ്വന്തം ജീവിതവും അന്യരുടെ ജീവിതവും സമസ്ത ജീവിതങ്ങളും ഭാവന ചെയ്ത് അപഗ്രഹിച്ചു നോക്കിയിട്ട് ഒരെണ്ണത്തിൽ പോലും ഇത് തെറ്റില്ല എന്ന് തോന്നിയാൽ സ്വീകരിച്ചാൽ മതി. ഒരെണ്ണത്തിൽ തെറ്റുമെങ്കിൽ സ്വീകരിക്കണ്ട. എവിടെയെങ്കിലും ബന്ധം ഉറപ്പിച്ചിടത്ത് നിങ്ങൾക്ക് കർത്തവ്യ കർമ്മങ്ങളെ മനോഹരമായി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കിയാൽ മതി. കഴിയില്ലെന്നാണ് ഈ ശാസ്ത്രത്തിൻ്റെ തിയറി. മോഡേൺ മാനേജ്മെൻറ്റ് തിയറികളെല്ലാം ബന്ധമുറപ്പിച്ചാൽ ഉത്തമകർമ്മം ഉണ്ടാകുമെന്ന തെറ്റിദ്ധാരണയിലാണ്. ആം ഐ റൈറ്റ്? നിങ്ങൾക്ക് നല്ല പോലെ ആലോചിക്കാം. വളരെ 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 വിചിത്രമായ ഒന്നിനെയാണ് ഭഗവത്ഗീത ഇവിടെ വളരെ ഭംഗിയായി അവതരിപ്പിക്കുന്നത്. ശ്രദ്ധിച്ച് നോക്കിയാൽ ഇത് എളുപ്പമാവും. ഭഗവത്ഗീതയിൽ മോഡേൺ മാനേജ്മെൻ്റ് ഇല്ല, 1% പോലും ഇല്ല. മോഡേൺ മാനേജ്മെൻറ്റിൻ്റെ അപ്പസ്തോലന്മാർ ബന്ധിക്കാനാണ് പറയുന്നത്. ബന്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ കർമ്മമില്ല. മോഡേൺ മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും വലിയ വൈകല്യങ്ങളിലൊന്ന്, ഏത് മോഡേൺ മാനേജറുടെ മേശപ്പുറം നോക്കിയാലും വലിച്ചു വാരി സാധനങ്ങൾ ഇട്ടിട്ടുണ്ടാവും. എൻ്റെ ഫണ്ടമെൻ്റൽ തിയറി അതാണ്. അയാളിരിക്കുന്നിടത്തെല്ലാം വർക്ക് തീരാതെ അലങ്കോലപ്പെട്ട് കിടക്കണം. ഒരു വർക്കും തീരരുത്. എല്ലായ്പ്പോഴും താൻ അതിൽ വ്യാപൃതനാണെന്ന് തോന്നിക്കണം. എങ്കിലേ കൂടുതൽ ശമ്പളവും കിമ്പളവും എല്ലാം കിട്ടുള്ളൂ. അവന് പ്രയോജനം ഉണ്ടാകാനാണ് ഈ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നത്. മനസ്സും അതുപോലെ വികലമായിരിക്കും. എല്ലാം കൂടെ കൂട്ടിക്കുഴഞ്ഞ് കിടക്കും. ബന്ധങ്ങളെല്ലാം കൂട്ടിക്കുഴയുന്നതാണ്. ഇസ് ഇറ്റ് ട്രൂ? ഇസ് ഇറ്റ് ട്രൂ? നിങ്ങൾ പോകുന്ന മോഡേൺ മാനേജ്മെൻറ്റ് പഠിച്ചവരുടെയൊക്കെ മേശപ്പുറം നോക്കിയാൽ തന്നെ അറിയാം. എല്ലാം കൂടെ കുഴച്ചിട്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ചെന്നൊരു ആവശ്യം ചോദിച്ചാൽ ആ ഫയൽ തപ്പുന്ന ഒരു രീതിയുണ്ട്, ഒരു ബഹളം വെച്ചുള്ള തപ്പൽ. അപ്പോഴാണ് നമുക്ക് അയാളോട് ബഹുമാനം വരുന്നത്. കാരണം വെച്ചാൽ 2 ദിവസം തപ്പി നമ്മുടെ ഒരു ഫയൽ. മനസ്സിലായില്ല? ഞാനും ഉണ്ടായിരുന്നു അകത്ത്. ചായയും കാപ്പിയും ഒക്കെ തന്നു. നേരെ കുറിച്ച് നമ്മളങ്ങോട്ട് ഇന്നും ഇത്ര നമ്പർ ഫയൽ ഇന്ന തീയതിയിലെ ഒരെണ്ണം വേണം, നമുക്കൊരാവശ്യം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നേരെ അങ്ങ് ഇന്നും അത് വലിച്ചെടുത്തു, അതിൻ്റെ അകത്തെ കാര്യം എടുത്തു. ജനാധിപത്യം തുടങ്ങുന്നതിന് മുമ്പ് ഇതായിരുന്നു. എല്ലാ GOMSഉം അന്നിരുന്ന ഏത് കർത്താവിനോടും, കർത്താക്കന്മാരും ഭാര്യന്മാരും ഒക്കെയാണ് ആ രംഗത്തിരുന്നിട്ടുള്ളത്. അവനോട് ഇരുന്നിട്ട് ഇന്നൊരു ഫയൽ വേണം, ഇന്ന ആവശ്യത്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് കൃത്യമായിട്ട് ആ ഫയൽ എടുത്ത് തരും. ഇപ്പോൾ ഫയലുണ്ടോ, കത്തിച്ചോ, വേറെ വല്ലവരും കൊണ്ടുപോയോ, ഈ വകുപ്പിലാണോ വേറൊരു വകുപ്പിലാണോ, ഒരു നിശ്ചയവും ഉണ്ടാവില്ല. വിവരാവകാശമൊക്കെ ഉണ്ടാവും. അവസാനം എഴുതി തരും, ഫയൽ ഇവിടെ കാണുന്നില്ല. ഇതാണ് വിവരാവകാശത്തിന് കിട്ടുന്ന ഉത്തരം. ആം ഐ റൈറ്റ്? ഇത് കർമ്മമല്ല, ബന്ധമാണ്. നിങ്ങൾ ബന്ധങ്ങളെയാണ് വളർത്തുന്നത്. ബന്ധങ്ങൾക്ക് നിങ്ങൾക്ക് വല്ലാത്ത പണം മുടക്കാനുള്ള ഇഷ്ടമാവുള്ളത്. കാര്യം നടക്കണമെന്നില്ല, ബന്ധിച്ചാൽ മതി. ചെല്ലുമ്പോൾ ഒരു കസേര എടുത്തു തന്നു, നിങ്ങളെ അവിടെ നിർത്തിയാൽ എന്താ, നിങ്ങളുടെ കാര്യം നടത്തുമെന്നാണ് നോക്കേണ്ടത്. ഇവൻ കസേര തന്നോ, ഇരുത്തിയോ, ചായ തന്നോ, അതൊന്നും നിങ്ങൾ പോയ കാര്യത്തിന് ബാധകമല്ല. പക്ഷെ നിങ്ങൾ വന്നിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്തൊരു നല്ല മനുഷ്യൻ, കസേര തന്നു, ഇരുത്തി, സ്നേഹമായി വർത്തമാനം പറഞ്ഞു. 3 പ്രാവശ്യം ഞാൻ ചെന്നപ്പോഴും വലിയ സ്നേഹമായിരുന്നു. ഈ 3 പ്രാവശ്യം ചെന്നിട്ടും സാധനം കിട്ടിയിട്ടില്ല, പക്ഷെ നിങ്ങൾ സംതൃപ്തരാണ്. ഇതാണ് കസ്റ്റമർ കെയർ, മോഡേൺ മാനേജ്മെൻറ്റ്. Is it true? No. ചെല്ലുമ്പോൾ വളരെ ഗംഭീരമായിട്ട് ഒന്നും പുറത്താക്കൂല. പറയേണ്ട പോലെ അവതരിപ്പിച്ച് പറയണം. നിങ്ങളെന്താ മിണ്ടാതിരിക്കുന്നത്? ഞാനത് തന്നെയല്ലേ പറഞ്ഞ്.
അല്ലെങ്കിൽ നിങ്ങൾ മിണ്ടേണ്ടതാണല്ലോ, എഴുന്നേറ്റ് ഓടേണ്ടതുമാണ്. അവിടെ ഇത് പറയേണ്ട പോലെ പറയണം, പഠിച്ചിട്ട് പറയണം. അതിൻ്റെ പൂർവപക്ഷങ്ങളും ഉത്തരപക്ഷങ്ങളും ഭംഗിയായി അവതരിപ്പിക്കണം. അർജുനൻ്റെ ചോദ്യം വരുന്നത് ഇവിടെയാണ്. ഒരു ഭാഗത്ത് മാനവ ബന്ധങ്ങൾ, ബന്ധിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് മനുഷ്യൻ. കാര്യമൊന്നും നടക്കണ്ട, എവിടെയെങ്കിലും ചെന്നൊന്ന് ബന്ധിച്ചാൽ മതി. ലോകം കാര്യകർമ്മങ്ങൾ കൊണ്ടാണ് ഓടുന്നത്. അത് നടക്കുമോ? നടക്കില്ല, അല്ലെങ്കിൽ നടക്കും. അങ്ങനെ കുട്ടികളെ വളർത്തിയാൽ കുട്ടികൾക്കൊരിക്കലും ഹാനി സംഭവിക്കില്ല. ബന്ധിക്കാൻ പഠിപ്പിച്ചോ, ഒരു ബന്ധം തകരുമ്പോഴേക്ക് അവർ തകർന്നു പോകും. മക്കളോട് ബന്ധം പുലർത്തിയാണ് ഇന്ന് അച്ഛനും അമ്മയും ജീവിക്കുന്നത്. am I right? നിങ്ങളുടെ ബന്ധം ഇന്ന് തീവ്രമാണ്. കുട്ടികളെ ഓർത്ത് നിങ്ങൾ കരയും. അവരൊന്ന് വിഷമിച്ചാൽ, ഒരിടത്തേക്ക് മാറിയാൽ അവസാനം ഇവനെ കൊണ്ടും ഇവളെ കൊണ്ടും ജീവിക്കാൻ പറ്റാതാവും. ബന്ധങ്ങൾ കൊണ്ടല്ല ഇത് ഉറയ്ക്കുന്നത്. ബന്ധത്തിന് പകരം കർത്തവ്യകർമ്മത്തിൻ്റെ ഈടുവയ്പ്പിലാണ്. അതുകൊണ്ട് സൈദ്ധാന്തികമായി വൈദികി പറഞ്ഞത് യജ്ഞത്തിലാണ് ലോകം നിലനിൽക്കുന്നത്. സർവം യജ്ഞേ പ്രതിഷ്ഠിതം. അതിൻ്റെ ആധാരം യജ്ഞമാണ്. യജ്ഞങ്ങൾക്ക് ഇത്രയധികം പ്രാധാന്യം നൽകിയിട്ടുള്ളൊരു രാജ്യം, യജ്ഞഹവിസ്സിന് ഇത്രയധികം മേന്മ നൽകിയിട്ടുള്ളൊരു രാജ്യം, അഗ്നിയെ ഉപാസിച്ചും അഗ്നിയെ അംഗീകരിച്ചും അഗ്നിയിൽ സർവവുമാണ് എന്ന് ഉറച്ചും ജീവിച്ച ഒരു രാജ്യം, അഗ്നി സർവോപരി വിരാജിക്കുന്നുവെന്ന് വൈദികി ഉറപ്പിച്ചു പറഞ്ഞ ഒരു രാജ്യം. അഗ്നിമീഡേ പുരോഹിതം യജ്ഞസ്യ ദേവമൃത്യുജം ഹോതാരം രത്നധാതമം. വൈദികി ആരംഭിക്കുന്നത് തന്നെ അഗ്നി മാഹാത്മ്യത്തോടെയാണ്. ആ അഗ്നിയുടെ സ്വരൂപമറിഞ്ഞ് യജ്ഞരൂപമാണ് എല്ലാം. അതാണ് സന്യാസവും. പൂർണ്ണമായ ജ്ഞാനയജ്ഞരൂപമാണ്. പക്ഷെ അതിന് അന്ധക്കരണത്തിന് വിശുദ്ധി വേണം. ഇല്ലെങ്കിൽ ഇത് ബാക്കി ചെയ്യണം. ഈ അന്ധക്കരണത്തിനകത്ത് കിടക്കുന്ന വാസന ഈ അറിയുന്ന, ശ്രവണത്തിലൂടെ അറിയുന്ന അറിവിനേക്കാൾ പ്രബലമായി നിൽക്കുമ്പോൾ ഇതിനെ മറികടന്ന് പിന്നെയും നീ താഴോട്ട് വരേണ്ടി വരും. യോഗഭ്രഷ്ടനായോ ഉഭയഭ്രഷ്ടനായോ ഒക്കെ നീ തീരും. പേടിക്കൊന്നും വേണ്ട. യോഗഭ്രഷ്ടനായാലും ശ്രീമതാം ഗേഹേ, നല്ല കുലത്തിൽ പിന്നെ ജനിച്ചോളൂ. അത്രേ ഉണ്ടാവുള്ളൂ. സത്യം കിട്ടില്ല. സത്യം കിട്ടണമെങ്കിൽ നീ വഴിക്ക് തന്നെ പോകണം. അതിന് നിൻ്റെ അന്ധക്കരണം വിശുദ്ധമാകണം. അപ്പോൾ അന്ധക്കരണത്തിൻ്റെ വിശുദ്ധിക്കായിക്കൊണ്ടാണ് ഭഗവാൻ ഇതിൽ സംശയമില്ല അല്പം പോലും. നിശ്രേയസത്തെ ഭഗവാൻ വളരെ അപഗ്രഥിച്ച് പഠിച്ചിട്ടുണ്ട്. കർമ്മയോഗവും കർമ്മസന്യാസവും പൂർണ്ണമായി നിശ്രേയസകരമാണ്. ഒരു വ്യത്യാസവുമില്ല. അധികാരി ഭേദമേ ഉള്ളൂ ഇതിന്. ഈ ഒരു വകുപ്പിലാണ് ഭഗവത്ഗീത മധ്യമമാർഗത്തെ സ്വീകരിക്കുന്നുവെന്ന് പറയാവും. അഷ്ടാവക്രഗീതയും യോഗവാസിഷ്ഠവുമൊക്കെ പുരുഷാർത്ഥസിദ്ധിയെയാണ് പറയുന്നത്. ഈ 5-ാം അധ്യായത്തിലെ ഭഗവാന്റെ ആദ്യത്തെ ശ്ലോകത്തിലാണ്
ശരിക്കു പറഞ്ഞാൽ ഒറ്റയടിക്ക് പറക്കാൻ പറ്റില്ല, അധികാരി ഭേദമുണ്ട് എന്ന വൈദികിയെ പൂർണ്ണമായി അംഗീകരിക്കുന്നത്. ഇതാണ് സ്വാമി വിവേകാനന്ദനും മറ്റും ഭാരതീയ ചിന്തയോട് എതിർപ്പുണ്ടായ രംഗവും. പുരുഷാർത്ഥസിദ്ധിയെ വെച്ചുകൊണ്ടാണ്, പ്രാരബ്ധത്തെ അംഗീകരിക്കാതെയാണ് സ്വാമികളും മറ്റും സഞ്ചരിച്ചത്. അതുകൊണ്ട് സ്വാമികൾ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിൽ പലയിടത്തും പറയുന്നുണ്ട്, നിങ്ങളുടെ തത്വശാസ്ത്രങ്ങളിൽ പലതും എഴുതി വെച്ചിട്ടുണ്ടാവാം, അവ ചേരാത്തവയാണെങ്കിൽ ആ ശാസ്ത്രഗ്രന്ഥങ്ങളും കൂടെ ചുട്ടുകളയുക. ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ചട്ടമ്പി സ്വാമികളും ഇതുപോലെ ശക്തമായി പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞത് ഏതർത്ഥത്തിലാണ്, ഏതളവിലാണ് എന്നറിയാതെ ഉപയോഗിച്ചാൽ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ നിങ്ങൾക്ക് തോന്നാം. വേദാധികാര നിരൂപണത്തിൽ ചട്ടമ്പി സ്വാമികളും ഇത് വളരെ ശക്തമായി ഉന്നയിക്കുന്നുണ്ട്. സ്ത്രീ പുരുഷ ഭേദമെന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഉപന്യാസത്തിലും അദ്ദേഹം വളരെ ശക്തമായി ഉപന്യസിക്കുന്നുണ്ട്. ഈ രണ്ടിടത്താണ് അത് വളരെ കൂടുതലായി അദ്ദേഹം ഉപന്യസിക്കുന്നത്. അതിൻ്റെ റീസൺ ഇതാണ്. ഗീത പഠിക്കുമ്പോൾ ഗീതയ്ക്കകത്തു നിന്നുകൊണ്ട് നമ്മൾ പഠിക്കുന്നുവെങ്കിൽ ഭഗവാൻ അവതരിപ്പിക്കുന്നത് വൈദികിക്ക് അനുഗുണമായാണ്. വാദമുഖങ്ങൾ ശക്തവുമാണ്. ഭഗവാൻ അവിടെ സംശയവുമില്ല.